ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ചട്ടകമാകുകയാണ്. അതെ, അതിപ്പോഴാണോ? എത്രയോ കാലമായി. അയാൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എല്ലാം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, പിന്നെ മറ്റേ ഗ്രേറ്റ തൻബർഗ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സിസ്റ്റം ഉണ്ട്. അവരാണ് സോഷ്യൽ മീഡിയയിൽ എന്ത് ട്രെൻഡ് ചെയ്യിക്കണം, എങ്ങനെ ചെയ്യിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ആ താളത്തിന് ട്വിറ്റർ തുള്ളിയിട്ട് അത് ട്രെൻഡ് ചെയ്യിക്കണം. ദേ ക്യാൻ ഡു ദാറ്റ്. ഇലോൺ മസ്ക് വന്നതിന് ശേഷം ആ മാനിപ്പുലേഷൻ കുറച്ച് കുറഞ്ഞു. നേരത്തെ വളരെ കൂടുതലായിരുന്നു. വായിച്ച് കണ്ടിട്ടില്ലേ ബ്രേവ് ഇന്ത്യയുടെ ചില വീഡിയോ പെട്ടെന്നങ്ങ് 100K 150K, തൊട്ടടുത്ത വീഡിയോ 20K. ഇതാകുന്നത് എങ്ങനെയാണ്? ഒന്ന്, അവരുടെ എന്തോ താല്പര്യത്തെ ഈ രണ്ടാമത്തെ വീഡിയോ ഒന്ന് ടച്ച് ചെയ്തിരിക്കും. നമ്പർ 2, വേറൊരു കള്ളത്തരം ഉണ്ടറിയാമോ? ആക്ച്വലി ഈ രണ്ടാമത്തെ വീഡിയോയും 150K ആൾക്കാർ കണ്ടിരിക്കും. ബട്ട് നമ്പർ ഓഫ് വ്യൂ ബ്രേവ് ഇന്ത്യക്ക് കുറവായിട്ട് കാണിക്കും, 20K ആയിട്ട് കാണിക്കും. അപ്പോൾ ബ്രേവ് ഇന്ത്യക്ക് അത്രയും കുറച്ച് കാശ് കൊടുത്താൽ മതി, ബാക്കി കാശ് യൂട്യൂബിന് എടുക്കാം. ഈ 20K വ്യൂസ് എന്ന് നമ്മളൊരു വീഡിയോയിൽ കാണുമ്പോൾ ആരാണ് ഈ 20,000 പേരെന്ന് നമുക്കറിയില്ലല്ലോ. ഇത് 20,000 ആണോ അതോ 1.5 ലക്ഷമാണോ? ആർക്കറിയാം? കൗണ്ട് ചെയ്യുന്നതും തമ്പുരാൻ തന്നെ, കാശ് തരുന്നതും തമ്പുരാൻ തന്നെ. ഈ രണ്ട് രീതിയിൽ, ഒന്ന് പൊളിറ്റിക്കലി നോക്കിയിട്ട് അവർ ഷാഡോ ബാൻ ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക. വേറൊന്ന് കൊമേഴ്ഷ്യലി നിങ്ങളെ എക്സ്പ്ലോയിറ്റ്. ഓൾ ദീസ് തിങ്സ് ആർ ഹാപ്പൻ. ആൻഡ് ഈ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. കാരണം ട്രംപിനും ഡീപ് സ്റ്റേറ്റിന്റെ സഹായം ആവശ്യമാണ്.